സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പേട്ടേറ്റ് എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയും മോഹൻലാലും നീണ്ട ഇടവേളകൾക്ക് ശേഷം ഒരുമിക്കാൻ പോകുന്ന ഒരു ചിത്രമായിട്ടുള്ള പേട്രിയറ്റ് തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഈ അടുത്തിടെയായിട്ട് കണ്ടതാണ് അല്ലേ. അതായത് 21-ാം തീയതി ആദ്യം ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് അതിനുശേഷം ആ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഏപ്രിൽ 21-ാം തീയതി തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്ന ഒരു ചിത്രമാണ് പേട്രിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ ഏപ്രിൽ 23-ന് വരുമെന്ന് കണ്ടൊരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഏപ്രിൽ 23-ന് വരുമെന്ന് കണ്ടൊരു വാർത്ത പിന്നീട് അത് മാറ്റിയിട്ട് മെയ് 1-ലേക്ക് ആ ചിത്രത്തിന്റെ റിലീസ് മാറ്റി വെച്ചു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഈ വാർത്തകൾക്ക് പിന്നാലെ ഇന്നിപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പേട്രിയറ്റ്. ആ പേട്രിയറ്റിന്റെ സിനിമയ്ക്ക് ഒരു സെൻസർ ബോർഡ് കത്രികയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം സെൻസർ ബോർഡ് കുറെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പരിപാടികൾ എന്താണെന്നുള്ളത് അല്ലേ, ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ പറയുന്ന ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന, അല്ലെങ്കിൽ ബീഫ് നിർബന്ധപൂർവ്വം ഒരു പെൺകുട്ടിയുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി കഴിപ്പിക്കുന്ന സംഘികളുടെ ഒരു അജണ്ട, അല്ലെ സംഘികളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് മാത്രം സെൻസർ ബോർഡ് ഈ പറയുന്ന അംഗീകാരം നൽകുകയും മറ്റുള്ള ഏതൊരു ചിത്രം വന്നാലും ഒരു ഗോപിപ്പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കയ്യിൽ ഒരു മഞ്ഞ രാഖി കെട്ടിക്കഴിഞ്ഞാൽ, ഒരു മഞ്ഞ ചരട് കെട്ടിക്കഴിഞ്ഞാൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ മകന്റെ പേരോ അല്ലെ നേതാവിന്റെ പേരോ ഇട്ട് കഴിഞ്ഞാൽ ആ സിനിമ തിയേറ്ററിൽ ഓടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സെൻസർ ബോർഡിന്റെ ഇരട്ടത്താപ്പ്, അല്ലെ ഡബിൾ ഫാദർ സിൻഡ്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ അതേ രീതിയിലുള്ള ഡബിൾ ഫാദർ സിൻഡ്രം അല്ലെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഈ ഒരു സിനിമയുടെ കാര്യത്തിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിക്കെതിരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു അന്വേഷണത്തിലും, അല്ലെങ്കിൽ അതിന്റെ ഗവേഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോ ഈ പറയുന്ന സെൻസർ കട്ട് എന്ന് പറയുന്നത്. ആ സിനിമയില് ഏതോ ഒരു ക്യാരക്ടറിന് ഏതോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ പേരുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രദർശനാനുമതി സെൻസർ ബോർഡ് ഇപ്പൊ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം കട്ട് ചെയ്യണമെന്നും ആ പേര് മാറ്റി വേറെ പേര് സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സെൻസർ ബോർഡ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും എന്ത് തന്തയ്ക്ക് പ്രകാഴികയും ആവിഷ്കരിച്ചുകൊണ്ട് സിനിമ ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം സംഘികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും സംഘികൾക്ക് വേണ്ടിയിട്ടുമായിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഏതെങ്കിലും നേതാവിന്റെ മകന്റെയോ അല്ലെ ഞങ്ങളുടെ ഏതെങ്കിലും നേതാവിന്റെയോ പേര് നിങ്ങൾ പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ ഞങ്ങൾ തിയേറ്ററുകളിൽ അധിക കാലം ഓടിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംഖ്യകൾ വന്ന് മെഴുകുന്നത്. ആ ഒരു മെഴുകൽ തന്നെയാണ് ഈ ഒരു സിനിമയിലും വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെ ആയിരിക്കണം മിക്കവാറും. മമ്മൂട്ടി എന്ത് ചെയ്താലും കുറ്റമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന, അല്ലെ മമ്മൂട്ടിയെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ ഈ സംഖ്യകളുടെ കൂട്ടത്തിലുള്ളത്. കാരണം മമ്മൂട്ടി ഒരു മുസൽമാനാണ്. ആ ഒരു മുസൽമാൻ ഏതൊരു സിനിമയുമായിട്ട് വന്നാലും, അല്ലെങ്കിൽ ആ ഒരു മുസൽമാൻ എന്ത് ചെയ്താലും അയാളെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ്. അത് പല സമയങ്ങളിലും പല ഇടങ്ങളിലും നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അതിന്റെ ഈ പൊട്ടി പുറപ്പെട്ടു വരുന്ന ഈ കുരു പൊട്ടി ഒലിക്കുന്നതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കാണുകയാണ്. അതായത് വയനാട് വിഷയം വന്നപ്പോഴും ഈ പറയുന്ന സംഘികളും കൊങ്ങികളും കമ്മികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. നീണ്ട 8 മാസം അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം 8 മാസത്തോളം കേരളത്തിന് പുറത്തായിരുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴാണോ കേരളത്തിലേക്ക് വരുന്നത് അത് നോക്കിയിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റെയ്ഡിന് വേണ്ടി ഇറങ്ങിയിരുന്ന ഒരു കസ്റ്റംസിനെയും അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ഇവർ കണ്ടുപിടിച്ചൊരു മാർഗം, ദുൽഖർ ഭൂട്ടാനിൽ പോയിട്ട് അവിടുത്തെ ഈ പറയുന്ന ഈ നാവികസേനയുടെ അല്ലെങ്കിൽ ആർമിയുടെ വാഹനം കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അതിന് ഒത്താശ ചെയ്ത് കൊടുത്തത് മമ്മൂട്ടിയാണെന്നുള്ള പേരിലൊക്കെയായിരുന്നു വാർത്തകൾ വന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെയും മകന്റെയും ആ കുടുംബത്തിനെയും എല്ലാം, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളടക്കം സംഘികളുടെ വലിയൊരു മെഴുകലുകൾ നമ്മൾ ആ സമയങ്ങളിൽ കണ്ടതാണ്. കൃസംഗി കുട്ടനായിട്ടുള്ള ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിന്റെ വലിയ സ്രോതസ്സുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മമ്മൂട്ടി അവിടെ പോയി വണ്ടി കൊണ്ടുവന്ന് ഗ്യാരേജിൽ കയറ്റി ഒളിപ്പിച്ചിരുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്ന് മെഴുകിയത് മോൻ. എന്നിട്ട് അവൻ എവിടെ പോയി? അവൻ വലിയ രീതിയിൽ ഈ പറയുന്ന നരേന്ദ്രമോദിജിയോട് പ്രണയമുള്ള ഒരു സംഘിക്കുട്ടനായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടു. നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പല ആളുകളുടെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു കാര്യങ്ങളൊന്നും എങ്ങും എത്തുന്നില്ല എന്ന് കണ്ടപ്പോഴാണ്, ഭൂട്ടാനിലെ വാഹനക്കടത്ത് എങ്ങും എത്തുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഹവാല ഇടപാടുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് മമ്മൂട്ടിയും മകനും കൂട്ടുനിന്നുള്ള വാർത്ത വരുന്നത്. അതും എങ്ങും എത്തുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ, അതും എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പുതിയൊരു വാർത്ത, കാസ്റ്റിംഗ് കൗച്ച്. അതായത് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കയുടെ മകന്റെ ഒരു സിനിമയുടെ ആ ഒരു ബാനറിന്റെ അണ്ടറിൽ ഒരു 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 സംവിധായകനുണ്ട്. ആ സംവിധായകൻ
ഈ പറയുന്ന വേഫെറർ ഫിലിംസ് അതിൻ്റെ ഒരു സംവിധായകൻ ഈ പറയുന്ന ദുൽഖറിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു പെൺകുട്ടിയെ വിളിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് വാർത്ത വന്നത്. എന്നാൽ ആ സംവിധായകനും ദുൽഖറുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും ദുൽഖറിൻ്റെ വേഫെറർ ഫിലിംസിൻ്റെ ആ ഒരു ഓഫീസുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതും പിന്നീട് വാർത്തകളിൽ വന്നു. അങ്ങനെ ഇവർ കണ്ടുപിടിച്ച 2-3 കാര്യങ്ങളൊക്കെ ഏകദേശം പൊട്ടി പാളിസായിപ്പോയി. അതുകൊണ്ട് തന്നെ അടപടലം മൂഞ്ചി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സംഘികളെല്ലാം ഒതുങ്ങിക്കൂടേണ്ടി വന്നു. പിന്നീട് കാത്തിരിക്കുകയാണ് എന്തൊക്കെ ചെയ്താൽ മമ്മൂട്ടി ഇല്ലായ്മ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് മമ്മൂട്ടിയുടെ സിനിമയായിട്ടുള്ള ഭ്രമയുഗം, മമ്മൂക്ക എന്ന് പറയുന്നൊരു ഭ്രാന്തൻ വലിയ രീതിയിൽ ആവിഷ്കരിച്ച് വെച്ചിട്ടുള്ള ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നല്ല ലോകോത്തര നിലവാരമുള്ളൊരു സിനിമയായിട്ട് ലോസ് ഏഞ്ചൽസിലുള്ള ഓസ്കാർ അക്കാദമിയിലേക്ക് പ്രദർശനാനുമതി നേടി, അല്ലെ പ്രദർശനത്തിനായിട്ട് പോകുന്നത്. ആരും അപ്രൂവലിന് കൊടുക്കാതെ, അല്ലെ ആരും നോമിനേഷൻ കൊടുക്കാതെ ആ സിനിമ അവർ തന്നെ കണ്ടിട്ട് അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ട് അവരുടെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി, അക്കാദമിയിൽ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ തിരഞ്ഞെടുത്തൊരു സിനിമ. അത് വന്നപ്പോഴും എന്തൊക്കെ മെഴുകലുകളായിരുന്നു അല്ലേ. സിനിമ മമ്മൂട്ടിയെക്കാളിലും കൂടുതൽ ഓസ്കാർ അക്കാദമിയിൽ ഓടിപ്പിച്ചിട്ടുള്ള സിനിമ മോഹൻലാലിൻ്റെതാണ്. മോഹൻലാലാണ് വലിയ സംഭവം, മോഹൻലാലിൻ്റെ അത്രയും ഒന്നും അവാർഡുകൾ മമ്മൂട്ടിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ മെഴുകലായിരുന്നു. എന്നിട്ടും ആ സിനിമ എങ്ങനെയാണ് ആ തിയേറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു പഠനത്തിനായിട്ട് ഉപയോഗിച്ചതെന്നൊന്നും മനസ്സിലാക്കാതെ കുറേ ആളുകളുടെ കരച്ചിലുകൾ നമ്മൾ കണ്ടു. ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോഴാണ് ഈ 2 പേരും, അതായത് ഹിന്ദുവും മുസൽമാനുമായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും ഒരു സിനിമയുമായിട്ട് വരുന്നത്. അങ്ങനെ കാണുമ്പോൾ സംഘികൾക്ക് വലിയ അടുപ്പമുള്ള മോഹൻലാലും അല്ലെങ്കിൽ സംഘികൾക്ക് വലിയ വിമുഖതയുള്ളൊരു മമ്മൂട്ടി ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? അപ്പോൾ എങ്ങനെയെങ്കിലും ഇടംകാലിട്ടത് വേണ്ടാന്ന് വെക്കണം. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇടയിൽ, അല്ലെ അവർക്ക് 2 പേർക്കും ഇടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർ സഹോദര തുല്യനായിട്ട്, ജ്യേഷ്ഠനെ സഹോദരനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സ്നേഹം പങ്കുവെക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കിടയിലില്ലാത്തൊരു പ്രശ്നമാണ് സംഘികളുടെ ഇടയിൽ. അത് ഹിസംഗിയും മുസംഗിയും ക്രിസംഗിയും എല്ലാ സംഘികളും കൂടി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആ സിനിമയ്ക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ട് തന്നെ ആ സിനിമ ഇനി തിയേറ്ററുകളിൽ ഓടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പം അങ്ങനെ ഞാൻ കണ്ടൊരു വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സെൻസർ ബോർഡിന് നല്ല നമസ്കാരം, മാറ്റിവെക്കുമോ പേട്രിയറ്റ് റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് News 18 കേരള പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അതൊന്ന് കണ്ടു നോക്കിയത് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമസ്കാരം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ കുറച്ചധികം നാളുകളായിട്ട് അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം അതിന് കത്രിക വയ്ക്കാൻ സെൻസർ ബോർഡുണ്ട്. അതിപ്പോൾ വലിയ താരങ്ങളായാലും ചെറിയ സിനിമകളായാലും സെൻസർ ബോർഡ് കത്രിക വയ്ക്കാൻ റെഡിയാണ്. ഇപ്പോഴിതാ പേട്രിയറ്റ് എന്ന സിനിമയ്ക്കാണ് കത്രിക. മെയ് 1-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ദർശൻ, അങ്ങനെ വലിയൊരു താരനിരയാണ് ഈ ചിത്രത്തിൽ നിൽക്കുന്നത്. ഈ സിനിമയാണ് ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ കത്രിക കൂട്ടിലേക്ക് എത്തുന്നത്. മഹേഷ് നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം, വില്ലന് രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ പേരുണ്ട്, അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് സെൻസർ ബോർഡിൻ്റെ ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. പൊളിറ്റിക്കൽ ത്രില്ലർ ജോണറാണ് പേട്രിയോട്ട്. ഇതിൻ്റെ ടീസർ പുറത്തു വന്നിരുന്നു, ഇതിൻ്റെ ട്രെയിലർ പുറത്തു വരുന്നിരുന്നു. ആളുകൾ വലിയ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നൊരു സിനിമയാണ്. സ്വാഭാവികമായിട്ട് ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതനുസരിച്ചുള്ള മൊമെന്റ്സ് സിനിമയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 50 മിനിറ്റോളം ലാലേട്ടൻ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആളുകൾ വലിയ ഹൈപ്പിൽ നിൽക്കുകയാണ് ഈ സിനിമയ്ക്ക്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു സെൻസർ വിവാദം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ചിത്രത്തിലെ ചില രംഗങ്ങളും പേരുകളും വിവാദമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് സെൻസർ ബോർഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അണിയർ പ്രവർത്തകർ ഇതനുസരിച്ച് എഡിറ്റ് ചെയ്ത് സെൻസർ ബോർഡിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ടായിട്ട് വരുന്നത്. കൊച്ചിയിലെ എന്ത് കണ്ടാലും വിരളി പിടിക്കുന്ന, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘടനയായിട്ട് സെൻസർ ബോർഡ് മാറിയിട്ടുണ്ട്. വൃത്തികേടുകൾക്കെല്ലാം അംഗീകാരം കൊടുക്കുന്ന, നല്ലത് കണ്ടാൽ വിമുഖത കാണിക്കുന്ന ഈ വൃത്തികെട്ട സാധനത്തിനെ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കാതെ അനാവശ്യ കാര്യങ്ങൾക്കും തന്തയ്ക്ക് പുറക്കാഴിക്കും എല്ലാം അംഗീകാരം കൊടുക്കുന്ന ഈ വൃത്തികെട്ട സംഭവം, അല്ലെ ഒരു സംഘടന, അത് ഇല്ലായ്മ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇനിയും ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ പല കാര്യങ്ങളും ചെയ്യും. അതിനൊക്കെ വലിയ അക്സെപ്റ്റൻസ് കൊടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഈ രീതിയിൽ കാണിക്കുന്നത് ശരിക്കും ഒരു സെൻസർ ബോർഡിൻ്റെ നല്ലൊരു പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സംഘികൾ തന്നെയാണല്ലോ അവിടെയും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇങ്ങനെയൊക്കെ തന്നെ ഇവന്മാർ ചെയ്യുള്ളൂ. ഭരണം കൂടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ എൻ്റെ ദൈവമേ ഓർക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നേ ഇല്ല. കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നൊരവസ്ഥ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത്. മമ്മൂട്ടിക്കെതിരെയാണ് കളിക്കുന്നതെങ്കിൽ, അത് മമ്മൂക്കയെ ലക്ഷ്യം വെച്ചാണ് കളിക്കുന്നതെങ്കിൽ അതെങ്ങനെ മാറ്റിവിടണമെന്നും അതെന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഇനി മോഹൻലാലിനെതിരെയാണെന്നുണ്ടെങ്കിലും അതെങ്ങനെ മാറ്റണം എന്നുള്ളത് അവർക്ക് 2 പേർക്കും അറിയാം. അവരെന്തായാലും നോക്കിയും കണ്ടും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.